ഇന്ത്യൻ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ ഡോക്ടർ അലോഷ്യസ് സേവ്യറെ ക്ഷണിക്കും. ഈ നരേന്ദ്രമോദി സർക്കാരിനെ അധികാരത്തിൽ നിന്ന് താഴെ ഇറക്കുന്നതുവരെ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാനെ ആ ചുമതലയിൽ നിന്ന് നീക്കുന്നതുവരെ സന്ധിയില്ലാത്ത പോരാട്ടങ്ങൾക്ക് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നേതൃത്വം കൊടുക്കുകയാണ്. രാജ്യത്തിന്റെ തെരുവുകളെ സമര കലുഷിതമാക്കിക്കൊണ്ട് NSCയും യൂത്ത് കോൺഗ്രസും വലിയ സമര പോരാട്ടങ്ങൾ നടത്തിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് കേരളത്തിലേക്ക് ഇന്ന് ലോക് ഭവന്റെ മുന്നിലേക്ക് വലിയ വിദ്യാർത്ഥി യോജന പങ്കാളിത്തത്തോടുകൂടി നമ്മൾ കടന്നു വന്നിരിക്കുന്നത്. ഇതൊരു ചോർച്ചയായിരുന്നു, ലീക്കായിരുന്നു. 2016 വീണ്ടും നീറ്റിലേക്ക് ലീക്കായിരുന്നു. അപ്പോൾ സർക്കാർ കൊണ്ടുവന്നതാണ് NTA അല്ലെങ്കിൽ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി എന്ന് പറഞ്ഞൊരു ഏജൻസി. ആ ഏജൻസി ഒരു രജിസ്ട്രേഷൻ ഓഫ് സൊസൈറ്റീസ് ആക്ടിന്റെ അകത്ത് ഒരു സൊസൈറ്റി ആയിട്ട് മാത്രം രജിസ്റ്റർ ചെയ്തിരിക്കുന്നവരാണ്. അതായത് നിയമപരമായ സാധ്യതയുള്ളവരൊന്നല്ല, ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡി അല്ല. ആ ഏജൻസി ഔട്ട്സോഴ്സ് ചെയ്തുകൊണ്ടാണ് ഇന്ന് എല്ലാ പരീക്ഷകളും നടത്തുന്നത്. NTA വന്നതിന് ശേഷം 2019 പരീക്ഷകളിൽ നീറ്റിന്റെയും JEEയുടെയും പരീക്ഷകൾ ഏറ്റെടുക്കാൻ NTA എടുക്കുന്നത്. അതിനുശേഷം 2021 നീറ്റ് ലീക്കായി, 2024 നീറ്റ് ലീക്കായി, 2025 നീറ്റ് ലീക്കായി, 2026 നീറ്റ് ലീക്കായി. അതായത് കഴിഞ്ഞ 3 വർഷം തുടർച്ചയായി നീറ്റ് ലീക്കായി. 2021 CTET ലീക്കായി, 2021 ഇന്ത്യൻ ആർമിയുടെ പരീക്ഷ ലീക്കായി, 2021 RRB പരീക്ഷ ലീക്കായി, 2021 OGC CSIR നെറ്റ് ലീക്കായി, UGC നെറ്റ് ലീക്കായി. ഇതിങ്ങനെ നിരന്തരമായി തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മൾക്ക് പലപ്പോഴും തോന്നും എവിടെയോ ആർക്കൊക്കെയോ നടക്കുന്ന ഒരു കാര്യങ്ങളായിട്ട്, ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ബിഹേവിയർ ആയിട്ട് ചിലപ്പോൾ അവിടെ ലീക്കായിരുന്നു. ഈ വർഷം നടന്ന പേപ്പറുകൾ, ഒരു നീറ്റിന്റെ പേപ്പർ പോയത് 30 ലക്ഷം രൂപയ്ക്കാണ്. കയറി വരുമ്പോഴും ആർക്കാണ് അവസരങ്ങൾ നഷ്ടമാകുന്നത്? അവസരങ്ങൾ നഷ്ടമാകുന്നത് ഈ നാട്ടിൽ ഇല്ലാത്ത കാശുണ്ടാക്കി ആ കുട്ടികളെ പഠിപ്പിക്കുന്ന കുടുംബങ്ങൾക്കാണ്. നമുക്കറിയാം, കേരളത്തിലെ വിദ്യാർത്ഥികളുടെ, ഇന്ത്യ രാജ്യത്തെ വിദ്യാർത്ഥികളുടെ അവരുടെ സിവിൽ സർവീസ് സ്വപ്നങ്ങളുടെ ഏറ്റവും തലപ്പത്ത് IAS എന്ന 3 പദവിയിലേക്ക് സ്വന്തം മെറിറ്റ് കൊണ്ട് നടന്നു കയറിയ ഒരാൾ. ഈ നാടിനെ നയിക്കുന്നവർക്ക് ഭരണഘടനയോടുള്ള ആഭിമുഖ്യമല്ല, അതിനെ തകർക്കാൻ നടക്കുന്ന ശ്രമങ്ങളാണ് അഡ്മിനിസ്ട്രേഷൻ എന്ന് കണ്ടപ്പോ അതിൽ IAS പദവിയും കളക്ടർ ഉദ്യോഗം ഉൾപ്പെടെയുള്ള പദവികളും ഒക്കെ ദൂരെ കളഞ്ഞിട്ട് തെരുവിൽ നമ്മളോടൊപ്പമുണ്ടെന്ന് ഉറക്കെ പ്രഖ്യാപിച്ച് ഇവിടെ കടന്നു വന്ന പ്രിയങ്കരനായ ശ്രീ കണ്ണൻ ഗോപിനാഥ് IAS അവറുകളോട് AICCയുടെ നിർദ്ദേശപ്രകാരം ഈ സമരത്തിന്റെ ഭാഗമാവാൻ ഇവിടെ കടന്നു വന്ന പ്രിയപ്പെട്ട ശ്രീ കണ്ണൻ ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ, സഹപ്രവർത്തകർ, നമ്മൾ ഒന്നിച്ച് ഈ നാടിന് നൽകുന്ന ഒരു സന്ദേശം, അതിന്റെ അനിവാര്യതയാണ് ഇന്ന് നമ്മളെല്ലാവരും ഇവിടെ സംഗമിച്ചിരിക്കുന്നത്. കുട്ടികൾ റീടെസ്റ്റ് എഴുതേണ്ടി വന്നു, 22 പരീക്ഷകൾ അത് റദ്ദ് ചെയ്യേണ്ടി വന്നു, 67 ലക്ഷം കുട്ടികളെ ഒന്നിച്ചു ബാധിച്ചതുവരെയുള്ള പ്രയാസങ്ങൾ ഈ ഗവൺമെന്റിന്റെ പരാജയം മൂലം ഉണ്ടായി. 2 രൂപ മുതൽ 30 ലക്ഷം രൂപ വരെ കൊടുത്ത് ഈ നാട്ടിലെ പരീക്ഷകളെ അട്ടിമറിക്കാൻ ഒരു മാഫിയ തഴച്ചു വളർന്നു. ഏറ്റവും ഞെട്ടിക്കുന്ന, ഏറ്റവും സങ്കടപ്പെടുത്തുന്ന ഘടകം സീറോ കൺവിക്ഷനാണ്. ഒരൊറ്റയാള് ഇതിന്റെ പേരിൽ പ്രസിഡന്റ് തുറങ്കലിൽ അടച്ചിട്ടില്ല. ഒരൊറ്റയാള് ഇതിന്റെ പേരിൽ ഒരു പനിഷ്മെന്റ് കൊടുത്തതായി ഈ നാട്ടിൽ അറിവില്ല. ആകെ താൽക്കാലികമായി സസ്പെൻഡിനെയോ റിമാൻഡ് കാലയളവിനെയോ ജയിലിൽ നിന്ന് ബെയിൽ കിട്ടി ഇറങ്ങിയാൽ പിന്നെയും ഈ പണി ചെയ്യുമെന്ന് പ്രഖ്യാപിക്കുന്ന BJPയുടെ MLA-മാർ ഉൾപ്പെടെയുള്ള ആളുകളെ നാട്ടിൽ കാണേണ്ടി വന്നു. ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആം ആദ്മി പാർട്ടിയെ പിളർത്താൻ നടക്കുക. നിങ്ങൾ അറിയണം, BJPയെ, RSSനെ അതിനെ തകർക്കാൻ ഈ നാട്ടിൽ അവരുടെ ഭരണകൂടത്തിന്റെ, ഈ നാട്ടിന്റെ ഭരണഘടനാ വിരുദ്ധ നയങ്ങളെ ചോദ്യം ചെയ്യാൻ രാഹുൽ ഗാന്ധിയുടെ ലീഡർഷിപ്പിന്റെ കാര്യത്തിൽ സംശയം പ്രകടിപ്പിക്കാൻ ഇവിടെയുള്ള ചില CPM ഉൾപ്പെടെയുള്ള ചില കക്ഷികൾ പ്രാദേശികമായ പ്രസ്ഥാനങ്ങളെയൊക്കെ എടുത്തു പറഞ്ഞിരുന്നു. വേറൊരു മുന്നണിയെ പറ്റി പറഞ്ഞിരുന്നു. ഇപ്പൊ രാജ്യം തിരിച്ചറിയുന്നുണ്ട് നരേന്ദ്രമോദിയുടെ ഭരണഘടനാ വിരുദ്ധതയെ, അമിത്ഷായുടെ ഭരണഘടനാ വിരുദ്ധതയെ, BJPയുടെ അജണ്ടകളെ, RSSന്റെ അജണ്ടകളെ, അതിനെ നെഞ്ചു വിരിച്ചെതിർക്കാൻ ഇന്നാട്ടിലെ ചെറുപ്പക്കാരൊന്നിച്ച് തെരുവിലിറങ്ങാൻ ഇന്ന് കേൾപ്പുള്ള പ്രസ്ഥാനമുണ്ടെങ്കിൽ, ഇന്ന് കേൾപ്പുള്ള ഒരു നേതാവുണ്ടെങ്കിൽ അത് രാഹുൽ ഗാന്ധിയുടെ കോൺഗ്രസ് ആണോ എന്ന് ഇന്നാട്ടിലെ വിദ്യാർത്ഥികൾക്ക്, യുവതയ്ക്ക് ബോധ്യപ്പെട്ട രാഷ്ട്രീയ കാലാവസ്ഥയിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട്
യൂത്ത് കോൺഗ്രസും NSUയും മുന്നോട്ട് വന്നിരിക്കുന്നത്. ഈ സമരം ഇവിടെ ഷാഫി നേരത്തെ പറഞ്ഞതുപോലെ ഇതൊരു സൂചനാ സമരം മാത്രമാണ്. ശക്തമായ സമരങ്ങൾ ഇനിയും നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതായിട്ടുണ്ട്. ഈ സൂചനാ സമരത്തിൽ അണിചേർന്ന എല്ലാവർക്കും ആശംസകൾ നേർന്നുകൊണ്ട് നമ്മളുടെ ഈ സമരപരിപാടി ഉദ്ഘാടനം ചെയ്യുന്നു എന്ന് അറിയിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നമസ്കാരം. ജയ് ഭാരത്. കേന്ദ്രീകരിച്ച് ജില്ലാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ മാർച്ചിന് പുറമെ അതിവിപുലമായ രീതിയിലുള്ള നീറ്റ് പരീക്ഷയിലെ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള ആളുകൾ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികളും അതോടൊപ്പം തന്നെ അവരുടെ മാതാപിതാക്കളും പങ്കെടുക്കുന്ന അതിവിപുലമായ രീതിയിലുള്ള പ്രചരണ പരിപാടികളും സംവാദങ്ങളും ഉൾപ്പെടെയുള്ള സമര പരിപാടികൾക്കാണ് ഇന്ന് തുടക്കം കുറിക്കുന്നത്. ഈ സമര പരിപാടികളുടെ പ്രഖ്യാപനങ്ങളിലേക്ക് കടന്നു വന്ന സംസ്ഥാനത്തെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ഭാരവാഹികളെയും അതോടൊപ്പം തന്നെ നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ പ്രസിഡന്റുമാരെയും അഭിവാദ്യം ചെയ്യുന്നു. ഔപചാരികമായി ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത KPCCയുടെ പ്രിയങ്കരനായ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള നേതാക്കന്മാരെ അഭിവാദ്യം ചെയ്തുകൊണ്ട് തന്നെ ഔപചാരികമായി ഈ സമര പ്രഖ്യാപന കൺവെൻഷന് നന്ദി പറയുന്നതിന് വേണ്ടി